ഈ മരുന്നൊന്നും കണ്ടുപിടിച്ചാൽ അവർ ഒറ്റ ഒന്നും പടല്ല. സുണക ഒന്ന് വളർന്ന ഈ മരുന്ന് ഒന്നും പാർന്ന എന്റെ കണ്ണുക്ക്. എന്റെ വണ്ടിയിൽ അപ്പുണ്ണിന്റെ പരിക്കരുന്ന അവിടെ ഇരിക്കേ. ഇത് കണ്ണ് കൊച്ചു തന്നെയാണോ? അതല്ലേ ഈ കാരണം ആ ജനൽമ ബാക്കി തന്ന അവിടെ ഒന്ന് പോണം. ആഹാ അത് ഓളെ നെൽസി തരേ എന്താക്കി എണ്ണയൊക്കെ അടിച്ചണം എല്ലാം അപ്പുണ്ണിയെ ആറെ മരുന്നൊന്നും കാണാനില്ല. ആടല്ലേ ഞാനല്ല അങ്ങനെ പുണ്ണി വരുന്നുണ്ട് ശകുനം. നിക്ക ഞാൻ കാട്ടക്കണം അടക്കെ ഒരു തൊഴിലല്ലേ ഈ പേരിയില് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാണ്ടേ നമുക്ക്. പ്രതിയല്ലേ എന്താ തിരിച്ചും പോയിച്ചിലൊക്കെ ഇറ്റായോന്ന് അടിച്ചോയോ? നേരെ മോന്തി ആയിട്ട് എന്താ ലൈറ്റ് ഇടാത്തു. പ്രധാനമന്ത്രിന്റെ എന്തോ നോക്കാണ്ട് ഇത്ര ഒരു ചായ എന്നിട്ട് എടുക്കുക. കസാല ഞാനത്തെ കൂടെ എന്നാ അതൊന്ന് വായ തുറന്ന് പറയണ്ടേ? അതിനുള്ള നേരം എന്ത് അയാളെ കണ്ണിട്ട് ഞാൻ കോട്ടർ പറഞ്ഞു. കോട്ടറോ അല്ല ആസിഡ് പറഞ്ഞു. ആസിഡോ കണ്ണൊന്നും കാണില്ല. എന്നിട്ട് അപ്പത്തിന് ചീരുന്നില്ലേ വന്നു ശകുനം തുടങ്ങി. രമണിയാ ചായ വേണ്ട തൈലം കൂടെ ചൂടാക്കുക. എന്തിനാ പെണ്ണിങ്ങോട്ട് എഴുന്നള്ളി? ആ പുണ്യനെ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. പോയേക്കാ എന്നാ പേര് ഹോസ്പിറ്റലിലേക്ക് പോവാ. കേറി കുഞ്ഞപ്പോ ഇപ്പൊ അതിന്റെ കൂട്ടൊന്നും പറയാതെക്കാന്നല്ലേ. ഇന്ത്യയുടെ ഡസ കണക്കിന് കുട്ടികളുണ്ടെന്ന് എനിക്കറിയാലോ. അതിന് ചോറ്റും പാത്രം വേണം, പെൻസിൽ വേണം, പെന്ന് വേണം, ബാഗ് വേണം, നോട്ട് പുസ്തകം വേണം. ഇതൊക്കെ 3 ഗോൾ തട്ടു. 3 കോള് തടുത്തല്ല 3000 റുപ്യ കാണാൻ. അത് എവിടെയാണ് ഉസുറും പുളി നിറയെ കുറെ അടുത്തു കൂടി പോകണം. ഞാൻ ഇമ്മച്ചിനോട് അപ്ലൈ പറഞ്ഞാടാ. എല്ലാവർക്കും കൂടി എടുക്കുമ്പോ എന്റെ ടൗസർ കയറും. പേടിക്കണ്ട എന്റെ ഒരു പുതിയ ടൗസർ ഉണ്ട് ഇവിടെ. ടൗസർ പുതിയത് വേണമെന്നല്ല പറഞ്ഞതേ. പിന്നെ ഇതൊക്കെ കൂടെ ആക്കത്തിന് കിട്ടണം. പുളിയൊക്കെ കുറച്ചിടാം. പുളി കുറക്കണല്ല ഉസുറും പുളി ഇല്ലാന്ന്. എന്തിനാണ് അതൊക്കെ ജീവിച്ചത്? പന്തളിച്ചാ അടച്ച തമ്പുരാനെ അതല്ല സ്ഥലം എവിടെയെന്നുള്ളത് പറഞ്ഞിരുന്നു. ഈ ആട്ടത്തിന് കിട്ടാന്ന് പറയുമ്പോ ആട്ടം ചന്ദനക്കട്ട കോട്ട കോയിന്റെ കട്ട എന്തായി അത് ഏത് ആട്ടാണെന്ന് നോക്കിയതാണ്. ഈ 100 റുപ്യ കുടുംബത്തിൽ കൊടുത്തിട്ട് കണ്ണടക്കാൻ കൂടുന്ന ചോദിച്ചത്. കോമ്പങ്കാട്ടെ മാനം കളയാൻ വേണ്ടിട്ട് അവിടെ എന്തേ റുപ്യ ആട്ടല്ല പൈസ എവിടെ കമ്മി എന്നുള്ള ഒന്ന് പറഞ്ഞാൽ നോക്കിക്കാണ്ട്. അത് നോക്കണം എന്നുണ്ടെങ്കിൽ നോമ്പൊന്ന് ഇരിക്കണം. എന്നാ ഇരുന്നോ. ഞങ്ങൾ മാറിക്കോർന്ന് പോയടിച്ച് ആ പുഞ്ചോട് ഉസ്മാനി ചെറുക്കനൊക്കെ വെറും 2 മാസം പണി പഠിച്ചാൻ പോയിട്ടുള്ളൂ. 3ാമത്തെ മാസം ശമ്പളം. സമസ്ഥിതേ ഇൻഡിക്കേറ്ററായ ശ്രീലങ്ക സ്വാഹ ഓവർ. അപ്പൊ ബാറ്റിംഗ് ഇന്ത്യക്ക അതല്ലോ. അപ്പൊ ഓവറാണ് ശ്രീലങ്കന്റെ ഭരിക്കാൻ കൊണ്ടു തുടങ്ങി തന്നെ. എന്നാ ഞാൻ ഇവിടെ എത്തും പഠിച്ചാൽ തന്നെ പൈസ ഉണ്ടാക്കിക്കണം. എവിടുന്ന്? കൊച്ചിന്റെ പോക്കറ്റിൽ നിന്ന്. ഞാൻ വന്നു കഞ്ഞാമ്പേ കണ്ടിരിക്കണോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞോണ്ടേ ഇന്ന് പോയിരിക്കണ. നമസ്കാരം സാർ. ആരപ്പ നിസ്കരിച്ചാളെ നേരൊക്കെ വന്നു വച്ചിട്ടുണ്ട്. അയ്യോ സാർ അതല്ല സാർ ഞങ്ങൾ പഠിപ്പിന്റെ ഭാഗമായിട്ട് വരികയാണ് സാർ. അയച്ചാണ് തീരെ പഠിക്കൂല പറഞ്ഞ സാർ. ഞാൻ LKG UKG LP UP ഹൈസ്കൂള് കോളേജ് നിങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നാണ് സാർ. അത് മറ്റേ മാർക്കിന്റെ ആൾക്കാരല്ലേ? അതെ സാർ. പുറത്തിറക്കി അതല്ല സാർ. സാറിനെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് നോട്ടല്ല പോയേ. അതല്ല കോയെ. പിന്നെ ഹൈപ്പറിനാ നോൻ പറഞ്ഞ കോയെ. അപ്പുണ്യ പച്ചക്കറി പലർക്കും വാങ്ങാനല്ലേ? ഹലോ അതെ ഇടയ്ക്കിടയ്ക്ക് സെയിം പറഞ്ഞു. അതാണ് വൈഫാണോ സാർ? ചൈനത്താ കുടുംബം നാസാക്കി. ഗുഡ് മോർണിംഗ് സാർ. സാറിന് എത്ര ഏജ് ഉണ്ട് സാർ? അത് മാത്രമല്ല കോയ കിട്ടുന്നത് സ്കൂളിന്റെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. 65 വയസ്സായിക്കും. ഓ മൈ ഗോഡ്. സാറിന് കണ്ട വെറും 40-45 തോന്നിക്കുന്നുള്ളൂ. യെസ് സാർ. സാധനം എന്താ ചേട്ടാ സാധനങ്ങളും കിട്ടുന്ന ഒരു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. എന്നാ ഞാൻ ഒന്നും നോക്കണ്ട. ഇക്കുറി യാറിക്കന്നെ അല്ല കോയ. അപ്പൊ ഞാൻ ഇവിടെ തോൽഞ്ഞാലും പേടില്ല. സിബ് മാറിയതാ സാർ. ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു തവയാണ് സാർ. ഒന്നും വേണ്ട. ഭക്ഷണമൊക്കെ പിന്നെ. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് യാറ ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ സ്കൂൾക്ക് ആവശ്യമായ A to Z സാധനങ്ങളും സാർ അടുത്തതായിട്ട് പരിചയപ്പെടുത്താം. പുറം ചൊറിയൊരു സാധനം കഴിച്ചു. അല്ല അതെ സാർ അത് പുറം ചൊറിയുന്നതാണ്. അതെ അല്ലാതെ കുൽസിനോട് പറഞ്ഞാലൊന്നും മാന്തി തരൂല.